എന്നും ബീഫാട്ടോ കഴിക്കണേ? ബീഫ് കഴിക്കാം, ബീഫ് കുഴപ്പമില്ല, പ്രോട്ടീനാ. ആണോ? അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. 4 പൊറോട്ടയും 2 ബീഫും. മൂസ 4 പൊറാട്ടയും ബീഫും. എന്താ ഇതേ സ്വന്തം തന്നെയല്ലേ? എന്ത് സുഖല്ലേ? അല്ല ഈ നമ്മളെ മൊയ്തീക്കാന്റെ മോളെ പെണ്ണ് കാണാൻ പോയി, എന്നിട്ട് നിക്കാഹ് ഉറപ്പിച്ചോ? എങ്ങനെ ഉറപ്പിക്കാനല്ലേ? എത്തിയുമായ അണക്കാരാണ്ടോ പെണ്ണേരുക. ഇവൻ എത്തിയുമാ നിങ്ങളോട് ആരാന്ന് പറഞ്ഞു? ആ അതാപ്പൊ നന്നായി. ബാപ്പ മയ്യത്തായി, ചൂണ്ടിക്കാണിക്കാൻ കുടുംബക്കാരുമില്ല, പേരിനൊരു ഉമ്മ പോലും ഇല്ല. അങ്ങനെയുള്ളവർ പിന്നെ എത്തിയും എന്നല്ലാതെ എന്താണ്ടോ പറയാ? ഓൻ ഉമ്മ ഇല്ല, നിങ്ങളാണ് തീരുമാനിക്കല. ഈ വലിയ മതോറക്കാതെ കൊണ്ടുവന്ന് കാണിക്കണോ? അല്ല എനിക്ക് പൊറാട്ടയും ബീഫും വേണ്ടേ? ഒറ്റയ്ക്കാണ്ട് മിണിക്കൂടി മുയ്മനുവോ? ഹംസക്കല്ലേ? ഹംസക്ക എന്താ ഹംസക്ക? അല്ല ഹംസക്ക, ഇവൻ എന്തിന്റെ സൂക്കടാന്ന് എനിക്ക് മനസ്സിലാവില്ല. എടോ ഇവൻ ആരും ഓരും ഇല്ലാത്തതിന് ഓൻ എന്താക്കാനാന്ന്? അതല്ലാന്ന് ഇവൻ ആ ബിൻസിന്റെ കാര്യം അവിടെ പോയി പറയേണ്ട കാര്യം എന്തേനു? ആര്? ബെൻസിയ? ആ ആ ആന്റണി ഏട്ടന്റെ മോള്. ഈ വിളിച്ച് എന്താ? ഒന്നുമില്ല. ശരിക്കും എന്താ കാരണം ഹംസക്ക? ഇത് ഞാനിപ്പോ എന്ത് പറയാനാണ്? അന്ന് പെണ്ണ് കാണാൻ പോയപ്പോഴാണ് ഐദറിന്റെ മോനാണ് ഈ എന്നുള്ളത് മൊയ്തീന് മനസ്സിലായത്. ഇനിയിപ്പോ ഐദറിനോടുള്ള പഴയ വിരോധം കൊണ്ടിട്ടാണോ അള്ളാഹു ആലോ? ഇനി ഞാൻ എത്തിയമായോണ്ടാണോ? ആ പിന്നെ എത്തീം ഇത് അതൊന്നല്ലാന്ന്. ഇവന്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന് ഇവൻ മനസ്സിലാക്കണ്ടേ? ഇപ്പോഴത്തെ ചെക്കന്മാരെ പോലെ ഇവന്റെ കയ്യിൽ ആപ്പാടുള്ള ഒരു BA മലയാളം, അതും പ്രൈവറ്റ്, പിന്നെ ഒരു കോഴി മസില്. ഈ ചിലക്കാണ്ടും വിടാണ്ടിരുന്നോ വീരാനെ? ഞാനൊന്നും പറയുന്നില്ല. സൈനബ് എന്തെങ്കിലും പറഞ്ഞ ഹംസക്ക? ഏയ് ഞാൻ ഓളെ കണ്ടിട്ട് തന്നെ ഇല്ല. നീ സൈനമ പറഞ്ഞിട്ടില്ല നിക്കാതെ നടക്കാൻ പോണേ. ഇത് നടക്കൂലെന്ന്. നീ എന്തിനൊക്കെ പറഞ്ഞു? ഗ്ലാമർ കുറഞ്ഞ സാധാരണ അതിനിങ്ങനെ കോംപ്ലക്സ് അടിക്കുന്ന കാര്യം എന്താ? രാധയുടെ വീര്യം തകർത്ത് കോവിലകത്ത് രക്ഷിക്കാൻ കുഞ്ചമൻ തിരുമേനി പല ശ്രമങ്ങളും നടത്തിയിട്ടും ഉഗ്രരൂപിണിയായി മോഹിനി പ്രത്യക്ഷപ്പെട്ട് കൗസ്തുഭൻ തിരുമേനി ആ ഫ്ലോ അങ്ങോട്ട് പോക്കി. ഇതൊന്നും ഒന്ന് സഹായിക്കടാ. എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. ഓങ്കോയിന്റെ ഒച്ച ചെക്കന് അവന്റെ ഡാൻസ് മാസ്റ്റർക്ക് വിഷം വെക്കണം, മാറാ ശരിയാവും. ഏടുന്ന പെണ്ണ്? കോളശ്ശേരിന്ന്. ഏത് നമ്മൾ ഉമ്മർക്കാന്റെ മോളോ? നിങ്ങളറിയോ? അല്ല ഓക്കല്ലേ, മാനസികമായിട്ട് എന്തോ കുഴപ്പമുണ്ടെന്ന് കേട്ടു. അതേളയല്ലേ മൂത്തോളല്ലേ? മൂത്തോളയാ? എടാ ഈ അറിഞ്ഞോ? പറയ്. എന്റെ നിക്കാണ്. കല്യാണ പ്രായം മിനിയാന്നായിന്ന്. ഈ വരുന്ന 15-ാം തീയതി പ്ലാസ ഹാളിൽ വെച്ചിട്ടാണ്. പിന്നെ എല്ലാം ബീരാനിക്കോട് പറഞ്ഞിട്ട് നിങ്ങള് വരണം. പിന്നെ ഉപ്പ പോയതിന്റെ സങ്കടത്തിലാന്ന് എനിക്കറിയാം, എന്നാലും നിങ്ങള് വരണം. വന്ന് വന്ന് ചെറിയ മക്കൾക്ക് വരെ പെണ്ണെട്ടി തുടങ്ങി. നിങ്ങൾ വിഷമിക്കണ്ടിക്ക, യോഗ ഉണ്ടെങ്കിൽ നല്ലൊരു മുഞ്ചത്തിന് ഇങ്ങക്ക് കിട്ടും. ഇങ്ങക്കും കിട്ടും. പിന്നെ കൊറേ ക്ഷണുണ്ട്. ഞാൻ പോട്ടെന്നാല് മറക്കാണ്ട് അമീതിക്കാനും കൂട്ടി വരണം കേട്ടാ. ഈ വിഷമിക്കണ്ട, ഓന്റെ ഈ തുള്ളിച്ചാട്ടം നിക്കാതെ കഴിഞ്ഞവരേ ഉള്ളൂ. ഭ്രാന്തുള്ള കുടുംബത്തിൽ നിന്നാ കിട്ടുന്നേ. അതെ, വേറെ സൂപ്പർ സാധനം കിട്ടിയിട്ടുണ്ട്. എന്ത് സാധനം? വിൽപത്രം. വിൽപത്രം? ആരെ വിൽപത്രം? എന്റെ വാപ്പാന്റെ വിൽപത്രം. ഏ അതെ, നീ അംസക്കനെ വിളിക്ക്, ഒരു സ്ഥലം വരെ പോണം.